Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടുവിന്റെ ചങ്കേന്റെ ബ്രോ, എന്താ പറ്റിയത്? ആരെയാണ് രക്ഷിക്കേണ്ടത്? ഒരു മനുഷ്യന്മാര് ഞങ്ങളുടെ പുറകിൽ വരുന്നില്ലെന്നേ. ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കൂ പ്ലീസ്. ഈ ഒരു ചെറിയ കാര്യത്തിൽ ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ചങ്കേ? ഒരു പ്രത്യേക തരത്തിലുള്ള പൗഡർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പൗഡർ നീ ദേഹത്തിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, കാശ്മീരിലുള്ള പോലെ നല്ല തണുപ്പായിരിക്കും ഈ പൗഡറിനും. പൊളിച്ചെടുത്തല്ലോ മോട്ടുപത്തിലോ. കുറച്ച് പൗഡർ എനിക്കും തരണട്ടോ. എനിക്കും ഭയങ്കര ചൂട് തോന്നുന്നുണ്ടേ. അതെ, ഇന്നാ മോട്ടുപത്തിലോ അവിടെ നിക്ക്. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ എനിക്കെങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. എന്നെ എത്രയും പെട്ടെന്ന് ഈ ഐസ് ക്യൂബിൽ നിന്നൊന്നും പുറത്തേക്ക് എടുക്കണം ഡോക്ടർ ചട്ക. മോട്ടു, നമുക്കിപ്പോ കുറച്ച് പൗഡർ വേഗം ഇട്ടേക്കാം. രാത്രി മുഴുവനും AC പോലത്തെ തണുപ്പ് കൊണ്ട് കിടന്നുറങ്ങാലോ. അതെ, എത്ര വലിയ വീടാ ഇത്. ഇത്രയും പൗഡർ കൊണ്ട് എന്താവാനാ? കുറച്ച് ഭിത്തിയിലും കൂടെ ഇട്ടേക്കാം. ആഹാ, ഈ ചൂടുകാലത്ത് മോട്ടുവും പത്ലുവിന്റെ വീട്ടിന് മുകളിൽ ഐസോ? അതിശയമായിരിക്കുന്നല്ലോ. അതെ മോട്ടു പത്ലു, അതെ, എന്താ ചായക്കട ചേട്ടാ? അത് പിന്നെ മോട്ടു, ഞാൻ ഇന്ന് നിന്റെ മുറിയിൽ കിടന്നോട്ടെ ഒരു ദിവസത്തേക്ക് മാത്രം. നിങ്ങൾക്ക് എന്താ വീടൊന്നും ഇല്ലേ? വീടൊക്കെ ഉണ്ട്, പക്ഷെ നിന്റെ വീട് പോലെ ഇങ്ങനെ തണുത്തൊന്നും അല്ല. നോക്ക്, നിന്റെ വീട്ടിലെ ഭിത്തി മുഴുവൻ ഐസ് കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്റെ മോട്ടു, നീ ഇതെന്താ ചെയ്തത്? ഈ കാണുന്ന ഭിത്തിയിലെല്ലാം പൗഡർ ഇട്ട് നിറച്ചോ നീ? എന്തായാലും നന്നായല്ലോ പത്ലു. ഇനി എല്ലാ രാത്രികളിലും നല്ല തണുപ്പും കൊണ്ട് സുഖിച്ചുറങ്ങാമല്ലോ. അങ്ങനെയാണ് ഞാനും ഞമ്മളും എന്തൊരു സുഖം. ഇത് വേണം, ഇങ്ങനെ നല്ല തണുപ്പാ ഇപ്പൊ ഇവിടെ. എന്താ പറ്റിയേ? ബോക്സറേട്ടാ, ഇത് കണ്ടില്ലേ? ജനങ്ങൾ മുഴുവനും ഞങ്ങളെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് അവരുള്ളിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാ. പ്ലീസ്, നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കേ. എന്റെ വീട്ടിന് മുകളിൽ ഇത്രയും ഐസ് എവിടുന്ന് വന്നു? അതെ, അതൊക്കെ ഞങ്ങൾ പതുക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കൂ. തീർച്ചയായും. അയൽവാസിയെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരെ സഹായിക്കാനാ? ഞാൻ നോക്കട്ടെ, അവന്മാർക്ക് ഇത്രയും ധൈര്യമോ? താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. ഇന്നാദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്കൊന്ന് ഉപകരിച്ചത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങാലോ. നിങ്ങളും വെളിയിൽ കടന്നാ മതി. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും നടപ്പിലാക്കിയേ മതിയാകൂ. എന്ത് വന്നാലും ശരി, ആ പൗഡർ അവരുടെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ച് മതിയാകും. ഞാൻ കേട്ടല്ലോ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രത്യേക തരം പൗഡർ ഉണ്ടെന്ന്. ഇനി അത് ദേഹത്തിട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പും കിട്ടുമെന്ന്. ആ പൗഡർ ഇങ്ങ് തന്നേക്ക്. മര്യാദയ്ക്ക് തരുന്നതായിരിക്കും നല്ലത്. നിക്കവിടെ.
എന്റെ ജോൺ ദ ഡോണെ എന്തിനാ ഞങ്ങളിട്ട് ഇടിക്കുന്നേ? പൗഡർ വേണം നിനക്ക് തന്നേക്കാം. ഇന്നാ പിടിച്ചോ. ആഹാ, കിട്ടിപ്പോയി. എടാ ബോട്ടും പത്തിലു, ഞാൻ മണ്ടനാണെന്ന് നിങ്ങൾ കരുതിയതല്ലേ? ആ പൗഡർ തരാതെ നിങ്ങൾ മുങ്ങിയല്ലേ? എങ്ങോട്ടാണ് നിങ്ങൾ പോയിരിക്കുന്നത്? എന്താ ഇത്? രക്ഷിക്ക്, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. നോക്കി സൂക്ഷിച്ച് വേണം. പതുക്കെ കറക്ക്. വലിയേട്ടാ, നട്ടുച്ചയായി. ഇനിയെങ്കിലും ഞങ്ങളുടെ വീടൊന്ന് കാലിയാക്കിത്താ. ശരി ശരി, ഞാൻ പോയേക്കാം. എനിക്ക് വെളിയിൽ ഇത്തിരി ജോലിയുണ്ട്. വൈകുന്നേരം വീണ്ടും വരാം. അതുവരെ ഈ ഐസ് ഇവിടെ തന്നെയൊക്കെ ഉണ്ടായാ മതിയായിരുന്നു. അഥവാ ഇതിങ്ങനെ കണ്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇടിച്ച് ശരിയാക്കും, പറഞ്ഞേക്കാം. ഇല്ല, ഇതൊരിക്കലും അലിയില്ല വലിയേട്ടാ, അലിയില്ല. ഗ്യാരണ്ടി ഉള്ളതാ. മോട്ടു ഇപ്പൊ എന്താ ചെയ്യാ? ആ പൗഡറിന്റെ ഡപ്പ കളയാനും പറ്റില്ല, കയ്യില് വെക്കാനും പറ്റില്ല. നീ പറ, നമ്മളിപ്പോ എന്താ ചെയ്യാന്ന് വേഗം പറ. പത്തിലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. വാ, നമുക്ക് ചെന്ന് ചിങ്കം സാറിനോട് പ്രൊട്ടക്ഷൻ ചോദിക്കാം. എന്താണോ നിങ്ങൾ ജൂണിൽ നിന്നും മറച്ചു വെക്കുന്നത്? അത് ജൂണിങ് എടുക്കാൻ പോവുകയാണ്. വായി നോക്കി നിൽക്കാതെ വേഗം ചെന്നവരെ പിടിക്ക്. ചല്ല, പിടിക്ക്. അവരെ പിടിക്ക്, ഓടിച്ചിട്ട് പിടിക്ക്, പിടിക്ക്. ചാടി പിടിക്കണേ. ഇന്ത്യ നിയമമാണ് സത്യം. അവിടെ നിൽക്കാനല്ലേ പറഞ്ഞ്? ഞാൻ ആഗ്രഹിച്ചതൊന്ന്, നടന്നത് മറ്റൊന്ന്. എനിക്ക് എങ്ങനെയെങ്കിലും ആ പൗഡർ ഒന്ന് കിട്ടിയേ മതിയാകും. നാണം കണ്ടാ പറ, എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? നിങ്ങളോട് അടിക്കാൻ പറഞ്ഞത് മോട്ടൂരെയും പത്തിരൂനെയല്ലേ? പിന്നെ എന്തിനാണ് പരസ്പരം അടിച്ച് ചാവുന്നത്? നമുക്കുള്ളിൽ എന്തിനാണ് ഇങ്ങനെ ഒരു അടി? ഒന്ന് നിർത്തടാ. എന്നിട്ടാ ചിങ്കം സാറിനെയും മോട്ടൂരെയും പത്തിരൂനെയും പോയി പിടിക്കേ. പോകിരടാ, പോയി പൗഡർ എടുത്തോണ്ട് വാടാ. കിട്ടിപ്പോയി. എവിടെ പോയി ആ പൗഡർ? എവിടെ പോയി? നിന്റെ വയറിനകത്തോട്ടാ പോയത്. ഇനി ജീവിതകാലം മുഴുവനും നീ തണുത്തായിരിക്കാൻ പോകുന്നേ. എന്താ എന്റെ വായിന്ന് മുഴുവനും പുകയാണല്ലോ വരുന്നത്. ബോസിന്റെ വായിൽ നിന്ന് നല്ല തണുപ്പാ വരുന്നത്. അങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കൂ പ്ലീസ്, അങ്ങനെ തന്നെ. എനിക്കും ഈ കാട്ടുകുതി വരെ എന്തോന്നാണ് പെറുപിറുക്കുന്നത്? മന്ദബുദ്ധിയാണ്. നല്ല സുഖമുണ്ട്. ഇനി പറ. ചിങ്കം സാറേ, ഐഡിയ. ഇന്ന് മുതൽ ജോൺ സാമൂഹ്യ സേവനം ചെയ്യും. ജനങ്ങളുടെ ചൂടകറ്റാൻ പോവുക. എന്റെ അമ്മോ, ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ്. നമ്മുടെ ഫുർഫുറെ നഗരം മുഴുവനും ഒരു കുളിർ പ്രദേശമായി മാറ്റാം. ജോൺ, നമ്മുടെ ഫുർഫുറെ നഗരത്തിന് വേണ്ടി നീ ഇത് ചെയ്യണം. കം 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 കം. ജോൺ, തുടങ്ങിക്കോ. തുടങ്ങാനല്ലേ? താങ്ക് യു ചിങ്കം സർ, താങ്ക് യു സോ മച്ച്. എത്ര തണുപ്പ്, എത്ര കൂളാ തോന്നണേ. കമോൺ ജോൺ, തുടങ്ങിക്കോ. കൊള്ളാലോ.
തിങ്കസാറ് മതിയാക്ക്. എനിക്കിനി താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ വയറ്റിൽ ആ പൗഡർ ഒന്ന് എടുത്ത് തരാമോ? ആ പൗഡർ കാരണം എന്റെ ജീവിതം തന്നെ പോയിരിക്കുക. അത് പറ്റില്ല ജോൺ. നമ്മുടെ ഫുർഫുര നഗരത്തിലെ ചൂടുകാലം കഴിയുന്നത് വരെ നീ ഇത് ചെയ്തേ മതിയാവൂ. Cool down. Watch India's largest kids library only on Geo Hotstar. Download the app now.